വീടിന്റെ ഹോം ടൂർ ചെയ്യുമെന്ന് പറഞ്ഞ് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിരുന്നു. അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആട്ടോ ഇത്. പുറത്തുനിന്നുള്ള വ്യൂ ഇതൊക്കെ തന്നെയാണ്. സ്ഥലത്തിന് അനുസരിച്ചുള്ള ഒരു പ്ലാൻ ആയിട്ടോ നമ്മൾ തയ്യാറാക്കിയത്. വീട്ടിലേക്ക് കയറി വരുന്നത് ചെറിയൊരു സിറ്റ് ഔട്ട് ആണ്. അത് കഴിഞ്ഞ് നമ്മൾ ഡോറ് തുറന്ന് ഉള്ളിലേക്ക് കയറിയ ഒരു ലിവിംഗ് സ്പേസ് ആണ് കേട്ടോ. എട്ടാക്കിയിരിക്കാൻ പറ്റിയ ഒരു സോഫ ആട്ടോ നമ്മൾ ഇവിടെ ഇട്ടത്. അതിനനുസരിച്ചുള്ള ഒരു സ്പേസ് നമ്മൾ ഇവിടെ കൊടുത്തിരുന്നു. മെയിൻ ഡോറൊക്കെ നമ്മൾ തേക്കിലാട്ട് ഉണ്ടാക്കിയത്. അതുപോലെ ഈ ജനലിന്റെ ഫ്രെയിമും നമ്മൾ തേക്കിൽ ചെയ്ത് പുതിയ മോഡലായിട്ട് വന്ന റോമന്റെ കർട്ടനും കൊടുത്തപ്പോൾ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ടോ. അതുപോലെ ലിവിംഗിന്റെ ഡൈനിങ്ങിന്റെയും ഇടയിലായിട്ട് ചെറിയൊരു പാർട്ടീഷൻ കൊടുത്തേക്കണ്. ഇത് ഫുള്ളായിട്ട് അലൂമിനിയം ഫ്രെയിം ചെയ്യിപ്പിച്ചതാട്ടോ. അറബിയിൽ എഴുതിയ ഈ ഫ്രെയിം നമ്മൾ മൾട്ടിവുഡ് കട്ട് ചെയ്യിപ്പിച്ചതാട്ടോ. അതുപോലെ ചെറിയ LED ലൈറ്റും കൊടുത്ത്. അടുത്തത് നമ്മൾ ഡൈനിങ് സ്പേസ് 6 ആക്കിയിരിക്കാൻ പറ്റിയ ഒരു ഡൈനിങ് ടേബിൾ ആട്ടോ നമ്മൾ സെറ്റ് ആക്കിയത്. അത് കഴിഞ്ഞാൽ 2 ബെഡ്റൂം ആട്ടോ നമ്മൾ അടി കൊടുത്തത്. ഒന്ന് ബാത്റൂം ഇല്ലാത്തൊരു ബെഡ്റൂം ആട്ടോ ഇത്. ബെഡ്റൂമിലെ കട്ടിലുകളൊക്കെ നമ്മൾ മരം കൊടുത്ത് ഉണ്ടാക്കിച്ചതാട്ടോ. ഒരു സ്റ്റാൻഡേർഡ് ലുക്കിലാട്ടോ നമ്മൾ മൊത്തമായിട്ട് ഡിസൈൻ ചെയ്തത്. ആ റൂമിൽ നിന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങിയാൽ ഒരു ടോയ്ലറ്റ് ആട്ടോ. റൂമിലുള്ള ആൾക്കും പുറത്തുനിന്നുള്ള ആൾക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു ടോയ്ലറ്റ് ആട്ടോ ഇവിടെ കൊടുത്തത്. അടുത്തത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള ഒരു റൂം ആട്ടോ. റൂമിലെ കർട്ടനുകളൊക്കെ നമ്മൾ സീബ്ര കർട്ടൻസ് ആട്ടോ കൊടുത്തത്. എല്ലാ റൂമിലും കർട്ടന്റെ സൈഡ് കൂടെയുള്ള ആ ഫ്രെയിം നമ്മൾ പെയിന്റ് ചെയ്യിപ്പിച്ചതാട്ടോ. അതുപോലെ ഒരു ചെറിയ ഡ്രസ്സിംഗ് ഏരിയ നമ്മൾ ഈ റൂം സെറ്റ് ആക്കിയിട്ടുണ്ടോ. അതിനടുത്തായിട്ട് തന്നെ ആട്ടോ ബാത്റൂമും കൊടുത്തത്. ലിവിംഗ് നിന്ന് ഡൈനിങ്ങിലേക്ക് കടക്കുന്ന സ്പേസിൽ തന്നെ ആട്ടോ നമ്മൾ സ്റ്റെയർ കൊടുത്തത്. ഈ സ്റ്റെയർ കേസ് നമ്മൾ ടാറ്റന്റെ GI പൈപ്പ് ഉപയോഗിച്ചാട്ടോ ചെയ്തത്. വുഡിന്റെ കളറിലെ പെയിന്റിംഗ് ചെയ്തതാട്ടോ. സ്റ്റെയറിന്റെ അടിയിലായിട്ടോ നമ്മൾ വാഷ് ബേസിനുള്ള സൗകര്യം കൊടുത്തത്. അതിന്റെ സൈഡിലായിട്ട് വുളു എടുക്കാനുള്ള സൗകര്യം കൊടുത്ത്. അടുത്തത് കിച്ചണിലൊക്കെ ആട്ടോ. ഞാൻ വീടുണ്ടാക്കുമ്പോൾ ഏറ്റവും അധികം ശ്രദ്ധ കൊടുത്ത ഒരു സ്പേസ് ആട്ടോ കിച്ചണ്. ഒരു വീട്ടിലെ അംഗങ്ങൾ ഒരുപാട് സമയം നിൽക്കുന്ന ഒരു സ്ഥലം കിച്ചൺ ആയിരിക്കും. അത് നല്ല സൗകര്യത്തിൽ തന്നെ ആവണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. ഇതിന്റെ തട്ടുകളും ഡോറുകളും ഒക്കെ ചെയ്തത് അലൂമിനിയം ഫാബ്രിക്കേഷനിലാട്ടോ. നല്ല ക്വാളിറ്റിയിലും നല്ല വൃത്തിയിലും നമുക്കിത് ചെയ്ത് കിട്ടിയിട്ടുണ്ടോ. അടുത്തത് സ്റ്റെയർ കയറി നേരെ മുകളിലോട്ട് ചെന്നാൽ ഫസ്റ്റ് കിട്ടുന്നത് മാസ്റ്റർ ബെഡ്റൂം ആട്ടോ. ഈ റൂമിലുള്ള കട്ടിലും നമ്മൾ മരം കൊടുത്തുണ്ടാക്കിച്ചതാട്ടോ. പിന്നെ ഒരു ചെറിയ ഡ്രസ്സിംഗ് ഏരിയയും ഒരു ബാത്റൂമും ആട്ടോ ഇതിലുള്ളത്. മുകളിൽ നമ്മൾ 2 ബെഡ്റൂമും ഒരു ബാൽക്കണിയും മാത്രമാട്ടോ കൊടുത്തത്. ഒരു റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അടുത്തത് ഒരു പാസേജ് ആയിട്ട് അടുത്ത റൂമിലേക്ക് ആട്ടോ കയറുന്നത്. ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഒരു ചെറിയൊരു സിറ്റ് ഔട്ടും ആട്ടോ കൊടുത്തത്. അപ്പൊ എന്റെ ഈ ചെറിയ വീടിന്റെ ഹോം ടൂർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ.